പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ കാലയളവ് വരെ സംസാരിക്കുന്നെന്ന് ചോദിച്ചാൽ, അങ്ങനെ മനുഷ്യനെ ഈ തിന്മയുടെ, തെറ്റിന്റെ, ഇരുട്ടിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ, മോചിപ്പിക്കാൻ കഴിയാതെ ലോകത്തിന്റെ സകല സിസ്റ്റങ്ങളും മുട്ടുകുത്തി പരാജയപ്പെട്ടിരിക്കുന്നിടത്താണ് പൊട്ടന്മാരെ പോലെ ഞങ്ങൾ തെരുവിൽ നിന്ന് വിളിച്ചു പറയുന്ന ഈ സന്ദേശത്തിന് പ്രസക്തിയുള്ളത്. ഏതാണ് ആ സന്ദേശമെന്ന് ചോദിച്ചാൽ, ഉലക ചരിത്രത്തിൽ ഇന്നയോളം എതിർക്കാൻ ഒരു എതിരാളിയില്ലാതെ, മത്സരിക്കാൻ ഒരു എതിർ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ, ലോകത്തിന്റെ 5 വൻകരകളിൽ കടന്നു ചെന്ന്, ജയിലറകളിൽ കടന്നു ചെന്ന് കുലപാതകിയെ പോലും മനുഷ്യസ്നേഹിയാക്കി മാറ്റിക്കൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ ഈ കവലകളിൽ പ്രസംഗിക്കുന്ന ക്രിസ്തുയേശുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. ഈ സന്ദേശത്തിന് മനുഷ്യനെ നന്നാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവൻ 100 അല്ല 200 വട്ടം പറയും കഴിയും. അതിന്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഞങ്ങൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന. എന്റെ പേര് ഷമീർ എന്നാണ്. ബാപ്പാന്റെ പേര് അബ്ദുൽ സലാം, ഉമ്മാന്റെ പേര് ജമീല ബീവി എന്നാണ്. കൊല്ലം ജില്ലയിൽ ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ കവലയിൽ കോളാമ്പിയും പിടിച്ച് മീശം മടിച്ച് കുടിക്കല്ലേ, വലിക്കല്ലേ, ഇതൊക്കെ തെറ്റാന്ന് പറയുന്ന ഉപദേശിമാര് എന്റെ കണ്ണിന് കണ്ടാലുണ്ടല്ലോ, എവന്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കരുത്, പയ്യെ കൊണ്ട് മാറിക്കോളും. കാരണം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ച് നടന്ന പശ്ചാത്തലത്തിൽ നിന്ന് ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പറയുന്ന ഈ സന്ദേശം എന്താണെന്ന് കേട്ടുകളയാം, സംഗതി എന്താണെന്ന് കേട്ടുകളയാമെന്ന് ചിന്തിച്ച് എന്റെ മുന്നിൽ സഹോദരന്മാരിരുന്ന് കേൾക്കുന്നത് പോലെ ഈ സംഗതി എന്താണെന്ന് കേട്ടുകളയാമെന്ന് അല്പം ഒന്ന് ചെവി കൊടുത്തപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം മാറി കേട്ടോ. ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചു. അവൻ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒക്കെ കൊള്ളാവുന്നവനായി ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച ഉലകം കണ്ട ഏക സന്ദേശം അത് സുവിശേഷമാണ്. നോക്കൂ, ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന മറ്റൊരു സഹോദരൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് രാംലാൽ രാമചന്ദ്രൻ, ഓച്ചിറ സ്വദേശി. ഓച്ചിറ ഉത്സവത്തിന് ഓച്ചിറക്കാളയായി തുള്ളിക്കളിച്ചോടെ കിടന്ന രാംലാൽ രാമചന്ദ്രൻ ഇതാ ഇന്ന് ഈ തെരുവിൽ ഒരു നാണവുമില്ലാതെ ഈ സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കാൻ നിൽക്കുന്നു. എന്റെ ഇടതുവശത്ത് നിൽക്കുന്ന സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ഞാൻ പണ്ട് ജനിച്ചതേ ക്രിസ്ത്യാനിയാടാവേ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ പോലെ ഫ്രാൻസിസ് ക്രിസ്ത്യാനിയായി ജനിച്ചെങ്കിലും കാട്ടാക്കടക്കടുത്ത് തൂങ്ങാമ്പാറയിൽ കള്ളുഷാപ്പ് നടത്തുകയായിരുന്നു പണി. കള്ളുഷാപ്പ് നടത്തി നാട്ടിലുള്ള ആളുകളെയൊക്കെ കുടിപ്പിച്ച് അബ്കാരി മേഖലയിലോ പണത്തിനൊരു കുറവുമില്ലാതെ ജീവിച്ച ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് അടുത്ത തലമുറയോട് ഇത് തെറ്റാണിത് ചെയ്യരുത് എന്ന് വിളിച്ചു പറയുവാൻ തന്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തിയ സന്ദേശം അതും സുവിശേഷമാണ്. അങ്ങനെയെങ്കിൽ ജാതി, മത, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഫ്രാൻസിസും രാംലാൽ രാമചന്ദ്രനും ഷമീർ അബ്ദുൽ സലാമും ഒന്നിച്ചൊരേ സ്വരത്തിൽ ഈ കീക്കൊഴു ദേശത്തോട് വിളംബരം ചെയ്യുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് തെറ്റിന്റെ, ഇരുട്ടിന്റെ, തിന്മയുടെ, പാപത്തിന്റെ പടുകുടിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം അത് യേശുക്രിസ്തു എന്ന് തന്നെ. ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സകലവിധമാകുന്ന തിന്മകളുടെയും കുറ്റകൃത്യങ്ങളുടെയും തെറ്റിന്റെ വഴികളുടെയും ഒക്കെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സകല മനുഷ്യനെയും ഈ തിന്മയിലേക്ക്, തെറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തിയുടെ പിടിയിൽ മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം. അദൃശ്യ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉപദേശിമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് പാപം. പാപം എന്ന് പറയുന്ന വിപത്ത് മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരുന്ന് അവന് നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും, നന്നായി ജീവിക്കണമെന്ന ആശയുണ്ടെങ്കിലും ആശിക്കാത്ത തിന്മയിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന ഈ പാപം എന്ന് പറയുന്ന ഇരുട്ടിന്റെ പിടിയിലാണ് മനുഷ്യനൊന്നും പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ സകല മേഖലകളിലും മാറ്റം വന്നെങ്കിലും മാറ്റം വരാത്ത ഒരേ ഒരു മേഖല ഇന്നും തുടരുന്നത് അത് ഇരുകാലി മനുഷ്യന്റെ സ്വഭാവമാണ്. പണ്ട് കാലത്ത് സ്വന്തം പെൺകുഞ്ഞിനെങ്കിലും വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം പെൺമക്കളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി ഇരുകാലി മനുഷ്യന്മാർ മാറിക്കഴിഞ്ഞു. പണ്ട് സ്വന്തം പെൺകുഞ്ഞിനെ അയലത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് മാർക്കറ്റിൽ പോയ അമ്മമാര് കേരളത്തിലുണ്ട്. എടി സുമതി, രമണി, കൊച്ചുപിടി ഇരിക്കട്ടടി, ഞാൻ മാർക്കറ്റ് വരെ പോയച്ചു ദാ വരുന്നെന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ജനിപ്പിച്ച സ്വന്തം അപ്പന്റെ അടുക്കൽ പെൺകുഞ്ഞിനെ ഒറ്റയ്ക്ക് നിർത്തിയേച്ച് മാർക്കറ്റ് വരെ പോകാൻ ധൈര്യമില്ലാത്ത അമ്മമാരാ സാക്ഷര കേരളത്തിലുള്ളതെന്നും മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളും മേപ്പോട്ട്, മനുഷ്യന്റെ ധാർമ്മികത മാത്രം കീപ്പോട്ട്. എന്തും ഏതും ചെയ്യാൻ മടിയില്ലാത്തവനായി ഇരുകാലി മനുഷ്യൻ മാറുന്നു.
1000 രൂപ ഒരു പൈന്റ് കുപ്പിയും എടുത്തു കൊടുത്താൽ ആരുടെ കാല് വെട്ടണം, ആരുടെ കൈ വെട്ടണം, ആരെ കൊല്ലണം, തയ്യാറായ ഒരു കൊട്ടേഷൻ സംഘങ്ങൾ ഇവിടെ വളർന്നു വരികയാണ്. പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികൾ കുറ്റവാളികളായി മാറി ജുവൈനൽ ഹോമിലേക്ക് തള്ളപ്പെടുകയാണ്. പരിഹാരം എവിടെയെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം പിണറായി സർക്കാരിനില്ല. കാരണം പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് നാടിനെ രക്ഷിക്കാം. പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് വെട്ടിക്കളഞ്ഞ് നാടിനെ രക്ഷിക്കാം. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ ചിരി പെട്രോൾ ഒഴിച്ച് അതിന്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയോ ഒഴിക്ക് നാടിനെ രക്ഷിക്കാം. എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരം, വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല പാപം, കത്തിച്ചു കളയാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പാപം. മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരുന്ന് അവനെ സകല തിന്മകളിലേക്കും വേണ്ടാത്ത തീരുമാനങ്ങളിലേക്കും വേറെ തെറ്റുകുറ്റങ്ങളിലേക്കുമൊക്കെ അവനെ വലിച്ചു കൊണ്ടുപോകുന്ന അദൃശ്യ ശക്തിയാണ് പാപം. ഈ പാപത്തിൽ നിന്ന് മോക്ഷം തേടി കാലങ്ങളായി മനുഷ്യൻ ഈശ്വരനെ തേടി അലഞ്ഞു. നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളൊക്കെ നടത്തി നോക്കി. ആവുന്ന പണി 58 നോക്കിയിട്ടും ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ മനുഷ്യൻ ഈശ്വരനെ തേടി അലഞ്ഞു. മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു, കിട്ടിയില്ല. നേർച്ച കാഴ്ചകൾ നടത്തി കിട്ടിയില്ല, തീർത്ഥയാത്രകൾ നടത്തി കിട്ടിയില്ല, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു, കിട്ടിയില്ല. എന്തിനധികം പറയുന്നു, മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി ഈ പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടി നുറുക്കി നരബലി കൊടുത്തു നോക്കി. കിട്ടിയോ മോക്ഷം എന്ന് ചോദിച്ചാൽ കിട്ടിയില്ല. ഇപ്പൊ അകത്ത് കിടന്ന് ചപ്പാത്തി തിന്നുകയാണെന്നാണ് അറിവ്. ചുരുക്കി പറഞ്ഞാൽ എന്ന പണി 58 ചെയ്തേച്ച് മോക്ഷം കിട്ടാതെ അലഞ്ഞ് സകല മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തിച്ചവിട്ടി നിന്ന് ലോകത്തോട് വിളംബരം ചെയ്തു. അതെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുട്ടിൽ നടക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു യുഗപുരുഷനാണ് ഈ സന്ധ്യാസമയത്ത് ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു എന്ന യുഗപുരുഷന്റെ വാക്കുകൾ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വിളംബരം ചെയ്യട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് തെറ്റിന്റെ, പാപത്തിന്റെ, ഇരുട്ടിന്റെ, തിന്മയുടെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? മറുപടി, ഒരു നാണയത്തൊട്ട് കൊടുക്കേണ്ട, 1 കിലോമീറ്റർ നടക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കേണ്ട, നിൽക്കുന്ന നിപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഇന്ന് ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുത്ത് ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തു, ആ ലോക വെളിച്ചമാകുന്നവൻ എന്റെ ഹൃദയക്കൂടിന്റെ അകത്തേക്കൊന്ന് കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന ഇരുട്ടിനെ പുറത്താക്കാൻ കഴിയുന്ന ഒരു വെളിച്ചം, ലോകത്തിൽ അവതീർണമായ വെളിച്ചം, നിന്റെ അകത്ത് കുടിയിരിക്കുന്ന തിന്മയുടെ അവസ്ഥകളെ വലിച്ചെടുത്ത് പുറത്തെറിഞ്ഞിട്ട് നാളെ മുതൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ, നന്മയിലേക്ക് നടക്കാൻ, നന്നായി ജീവിക്കാൻ കഴിയുന്ന നിലയിൽ ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ വെളിച്ചമായവൻ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് സൗജന്യമായി പ്രവേശിക്കും. അക്രമത്തിന്റെ മാർഗത്താൽ അല്ല, പീഡനത്തിന്റെ മാർഗത്താൽ അല്ല, വാള് കാണിച്ചിട്ടല്ല, ബോംബ് പൊട്ടിച്ചിട്ടല്ല, ഒരു മൊട്ടുസൂചി കൊണ്ടുപോലും കുത്തി നോവിക്കാതെ മനുഷ്യന്റെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തിക്കൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശമാണ് ശ്രീ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അത് ഞങ്ങളുടെ അനുഭവമാകയാൽ ഞങ്ങൾ ആ സന്ദേശം കീഴ്ക്കൊഴൂർ വിളംബരം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് അവസാനം കുറിക്കുവാൻ ആശിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ. ഞങ്ങളാരും പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാമെന്നവരല്ല. സിനിമാ നടൻ മമ്മൂട്ടി TV വന്ന് പറഞ്ഞു, എന്റെ ഗ്ലാമറിന്റെ രഹസ്യം ഇന്ദുലേഖ സോപ്പ്. ഇത് കേട്ട ഒരമ്മ അവൻ 3 മാസം മേടിച്ച് തേച്ചു, വെളുത്തില്ല. ഒടുവിൽ കോടതിയിൽ കേസ് കൊടുത്ത് നഷ്ടപരിഹാരം മേടിച്ചെന്ന്. അങ്ങനെ ഞങ്ങളാരും പരസ്യം പറഞ്ഞ് പറ്റിക്കാമെന്നതല്ല. ഇവിടെ പ്രസംഗിക്കുന്ന ഷമീറിന്റെയും, ഇവിടെ നിൽക്കുന്ന രാംലാൽ രാമചന്ദ്രന്റെയും, ഇവിടെ നിൽക്കുന്ന പ്രിൻസ് വർഗീസിന്റെയും ഒക്കെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായി നിർത്തിക്കൊണ്ട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല.